ഹായ്, നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേര് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയ പലരും ഒരുപാട് ഫോമുകൾ ഇതിൽ ഫയൽ ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വിട്ടുപോകാറുണ്ട്. അതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിനെ പറ്റി പലർക്കും അറിയില്ല. സത്യത്തിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആനേനെ മേയ്ക്കുന്നത് പോലെയാണ്. അപ്പോൾ പലരും ഇതിൻ്റെ ഉള്ളൊരു കോംപ്ലക്സിറ്റി ഒന്നും അറിയാതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നു. ആനുവലി ഫയൽ ചെയ്യേണ്ട ഒരുപാട് ഫോമുകളുണ്ട്, ഇതൊക്കെ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോകുന്നു. ഇങ്ങനെ വിട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഫൈനാണ് പിന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് CMA അനിറ്റയാണ്. അപ്പോൾ നമ്മളുടെ കോർപ്പറേറ്റ് ഡിവിഷൻസിൻ്റെ കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്നത് അനിറ്റയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് പൊതുവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ആംനസ്റ്റി സ്കീമിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. വെൽക്കം അനിറ്റ. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഒരു സ്കീം, എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? അതായത് വർഷങ്ങളായിട്ട് കമ്പനികൾ ഫയലിങ്സ് ചെയ്യാണ്ട് ഇരിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതുകൾ കുറഞ്ഞ ചെലവിൽ ഫയലിങ്സ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്കീം വഴി നമുക്ക് നൽകുന്നത്. അത് മെയിനായിട്ട് വരുന്നത് April 15 അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിൻ്റെ കാലാവധി 3 മാസം. July 15 കൂടി ആ സ്കീം അവസാനിക്കും. അപ്പോൾ ഭാവിയിൽ വന്നേക്കാവുന്ന നിയമ നടപടികൾക്ക് ഇല്ലാതെ സഹായിക്കുന്നതാണ് ഈ സ്കീം. എനിക്ക് തോന്നുന്നു വലിയൊരു പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പനീസ് കംപ്ലൈൻറ്റ്സ് ഫെസിലിറ്റേഷൻ സ്കീം 2026 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ April 15 മുതലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 3 മാസമാണെന്ന് തോന്നുന്നില്ല, അതിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കാം. അപ്പോൾ ആക്ച്വലി മെയിനായിട്ട് ഏതൊക്കെ ഫോമുകളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ശരിക്കും? മെയിനായിട്ട് വരുന്നത് കമ്പനികളിൽ ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആനുവൽ ഫയലിങ്സ് വരുന്നുണ്ട് കമ്പനികൾക്ക്. മെയിനായിട്ട് വരുന്നത് AOC 4 എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യലാണ്. പിന്നെ MGT 7 എന്ന് പറയുന്നത് ആനുവൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണത്. പിന്നെ ഓഡിറ്റേഴ്സിന് അപ്പോയിന്റ് ചെയ്യണ ADT 1. പിന്നെ നിലവിൽ കമ്പനി പ്രവർത്തനങ്ങളൊന്നും നടക്കണില്ലെങ്കിൽ നമുക്കൊരു ഡോർമെന്റ് സ്റ്റാറ്റസിക്ക് മാറാൻ പറ്റും. ആ ഒരു ഫോമാണ് MSC 1 എന്ന് പറയുന്നത്. പിന്നെ കമ്പനി തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് കമ്പനീനെ ക്ലോസ് ചെയ്യാനായിട്ട് STK 2 എന്ന ഫോം ഉണ്ട്. ആ ഫോമുകൾക്കൊക്കെയാണ് ഇപ്പൊ നിലവിൽ ഈ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ മെയിൻലി നമ്മൾ ഇത്രയും സ്കീമുകൾക്കൊക്കെയാണ്, ഇത്രയും ഫോമുകൾക്കൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നതെന്ന് അർത്ഥം. എനിക്ക് തോന്നുന്നു വേറെയും കുറേ നമുക്ക് സാധാരണ ഒരു സ്മോൾ കമ്പനി ലെവലിൽ ഈ ഫോമുകളാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. ബാക്കിയുള്ളതൊക്കെ വേറെ കുറച്ച് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോംസുകൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ജനറലി നമ്മളൊരു സാധാരണ ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ഫോമുകൾക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമുക്കിത് ഓരോ ഫോമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ AOC 4 എന്ന് പറഞ്ഞു, ശരിക്കും ഇത് എന്തിനാണ് ഇത് ഫയൽ ചെയ്യണത്? എനിക്ക് തോന്നുന്നു പല ആളുകൾക്ക് കമ്പനികളൊക്കെ തുടങ്ങും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി അറിയാണ്ടേ, അതായത് ചിലപ്പോൾ അവർക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പോകേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ ഒരു ഒറ്റയ്ക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ചില ആളുകൾ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അറിയാതെ തുടങ്ങി പോയിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ഡയറക്ടേഴ്സിനായാലും ഇതെന്തിനാണ് ഈ ഫോമെന്ന് ഒന്നും അറിയൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഈ AOC 4 എന്ന് പറയുന്നത് ഇതെന്താണ് ഈ സംഭവം? AOC 4 എന്ന് പറയുന്നത് AOC 4 എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ വന്നേക്കാവുന്ന ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ഉണ്ടാവും. പിന്നെ ബാലൻസ് ഷീറ്റുകൾ, അതൊക്കെ നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കുന്ന ഒരു ഫോമാണ് AOC 4 എന്ന് പറയുന്നത്. അത് ആ ഫോം കണ്ടാൽ അറിയാം കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് ആ ഫോമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഓഡിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോമാണ്. ഓക്കെ. അപ്പോൾ അതിന് സാധാരണ കേസിൽ എത്രയൊക്കെയാണ് ഇതിന് ഫീസ് വരാറുള്ളത്? AOC 4 ഫീസ് ക്യാപിറ്റൽ ബേസിലാണ് അതിന്റെ ഫയലിംഗ് ഫീ വരാറുള്ളത്. മെയിനായിട്ട് നമുക്ക് 400 തൊട്ട് 600 വരെ ആ റേഞ്ചിലായിരിക്കും നോർമൽ ഫീ വരുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങാനും AOC 4 ഒക്കെ മുമ്പ് ഫയൽ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്തിരി പഴയത് വരെ നമുക്ക് ഫയൽ ചെയ്യാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ 2020-ലോ 2021-ലോ 2022-ലോ ഒക്കെ, അതായത് സ്ട്രൈക്ക് ഓഫ് ചെയ്യാത്ത കമ്പനികളാണ്, ലൈവായിട്ട് നിൽക്കുന്ന കമ്പനികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ AOC 4 വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് വലിയ ഫൈൻ ആയിരിക്കും തോന്നുന്നില്ലേ വരിക? എത്ര രൂപയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഫൈൻ വരുന്നത്? ഫൈൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോർമലി AOC 4 ഫയൽ ചെയ്യേണ്ടത് AGM നടന്നത്, അതായത് ഫിനാൻഷ്യൽസ് അപ്രൂവഡ് ആയി, ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ആയി ചെയ്ത് കഴിഞ്ഞ് 30 ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഈ AOC 4 ഫയൽ ചെയ്യേണ്ടത്.
ആ 30 ഡേയ്സ് നോർമലി AGMത്തിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30th സെപ്റ്റംബർ ആയിരിക്കും. അപ്പൊ ആ 30th സെപ്റ്റംബർ കഴിഞ്ഞുള്ള 30 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 30ക്ക് ഉള്ളിൽ നമ്മൾ ഈ AOC4 ഫയൽ ചെയ്യണം. അങ്ങനെ എങ്ങാനും ലേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും 100 rupees വെച്ചിട്ടായിരിക്കും കയറുക. അപ്പൊ വലിയൊരു ഫൈനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 2 കൊല്ലമൊക്കെ എനിക്ക് തോന്നുന്നു ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,75,000 രൂപ വരെ അടുത്തൊക്കെ ഫൈൻ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് അർത്ഥം. അപ്പൊ എന്താ ഇപ്പൊ റിലാക്സേഷൻ ഇപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് റിലാക്സേഷൻ എന്ന് പറയുന്നത് നമുക്ക് 90% ഫീ വേവർ ഉണ്ട്. അതായത് 10% മാത്രം നമ്മൾ അടച്ചാൽ മതി. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 75,000 എന്ന് പറഞ്ഞാല് നമുക്കൊരു 7,500 അത്രയൊക്കെ ഇപ്പൊ പേയ്മെന്റ് ചെയ്ത് നമുക്ക് ആ ഇയറിലെ AOC4 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു റിലാക്സേഷൻ ആണ് സത്യം പറയുകയാണെങ്കിൽ. 75,000 രൂപയ്ക്ക് പകരം 7,500 രൂപ അടച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോൺ കംപ്ലയൻസ് ശരിയാക്കാം. പിന്നെ അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അത് റെഗുലർ ആയ പോലെയാണ് അർത്ഥം. ഇനി അടുത്തത് MGT7 എന്ന് പറഞ്ഞ വേറൊരു ഫോമും അതിനും അപ്ലിക്കബിൾ ആണെന്നുണ്ട്. ഇത് എന്താണ് ശരിക്കും MGT7 എന്നൊക്കെ പറയുന്നത്? MGT7 എന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, ആ ഒരു ഇയറിലുള്ള ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ആ ഒരു ഇയറിൽ കമ്പനികൾ നടത്തിയിരുന്ന മീറ്റിങ്ങുകൾ, അതൊക്കെ നമ്മൾ ഫയൽ ചെയ്യുന്നതാണ് ഈ MGT7 എന്ന് പറയുന്നത്. അതിലത് ഇപ്പോൾ സ്മോൾ കമ്പനിക്ക് ആണെങ്കിൽ അത് MGT7A എന്നൊരു ഫോം ആയിരിക്കും ഫയൽ ചെയ്യുക. അതിന്റെ നോർമൽ ഫീ എന്ന് പറയുന്നത് 400 600 പോലെ, നേരത്തെ AOC4 പോലെ തന്നെയാണ്. അപ്പൊ അതിന്റെയും എനിക്ക് തോന്നുന്നു ലേറ്റ് ഫീ 100 rupees വെച്ചിട്ട്. അതിന്റെ ഡേ വ്യത്യാസം വരുന്ന വെച്ചാൽ AGM കഴിഞ്ഞ് 60 ഡേയ്സിനുള്ളിലാണ് നമുക്ക് MGT7 ഫയൽ ചെയ്യേണ്ടതുള്ളൂ. ആ 60 ഡേയ്സ് കഴിഞ്ഞ് ഫയൽ ചെയ്യണ ഓരോ ദിവസത്തിനും 100 rupees വെച്ച് പെനാൽറ്റി കയറി വരും. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ കേസിൽ ഒരു AGM ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 30th AGMന്റെ ലാസ്റ്റ് ഡേറ്റ് ടെക്നിക്കലി വെക്കാവുന്നത്. അപ്പൊ എല്ലാവരും സെപ്റ്റംബർ 30th AGM ആണെങ്കിൽ ഇതിനൊരു 2 months കൂടി കിട്ടും നടത്താം. അതായത് ഒക്ടോബർ, അപ്പൊ നവംബർ ഒരു 28-29 കൂടിയിട്ട് നമ്മളുടെ MGT7 ഡ്യൂ ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അത് ലേറ്റ് ആവുകയാണെങ്കിലും ഇതുപോലെ തന്നെ 100 rupee ഈ ലേറ്റ് ഫീ വരും. അപ്പോൾ 2-3 കൊല്ലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ഫൈൻ വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ ഈ 100 രൂപ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വെറും 10% അടച്ചിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ വലിയൊരു കാര്യമാണ്, വലിയൊരു റിലാക്സേഷൻ ആണ് വന്നിരിക്കുന്നത് അർത്ഥം. പിന്നെ വേറെ ഏത് ഫോമിനൊക്കെയാണ്? വേറെ ഫോം എന്ന് പറയുന്നത് ADT1 എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു കമ്പനിയുടെ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ട ഓഡിറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അപ്പോയിന്റ് ആണ് ഒരു ഫോമാണ് ADT1 എന്ന് പറയുന്നത്. ADT1 നമ്മൾ മെയിനായിട്ട് ഫയൽ ചെയ്യേണ്ടത് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് 15 ഡേയ്സിനുള്ളിലാണ് അത് ഫയൽ ചെയ്യേണ്ടത്. അത് ഫയൽ ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 50 ഡേയ്സിനുള്ളിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ, അതായത് നോർമലി 400 ഒക്കെ ആയിരിക്കും ഫീ വരിക. ലേറ്റ് ആവണതിനനുസരിച്ച് ഇരട്ടി ആയിരിക്കും ചിലപ്പോൾ കയറുക. അതെ, 400 എന്നുള്ളത് ചിലപ്പോ 800 ആവും. പിന്നെ അടുത്ത മാസം കഴിയുമ്പോൾ ചിലപ്പോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോകും. മൾട്ടിപ്പിൾ പ്രോഗ്രഷനിലാണ് പോയിക്കൊണ്ടിരിക്കാൻ അർത്ഥം. അപ്പൊ അത് കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും വലിയൊരു ഫൈനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അതായത് അപ്പോൾ ഓഡിറ്ററെയൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫൈനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഫോമാണ് ADT1 എന്ന് പറയുന്നത്. അപ്പോൾ അതിനും എനിക്ക് തോന്നുന്നു ഈ റിലാക്സേഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? 10% പേയ്മെന്റ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ 10% അതായത് ടോട്ടൽ പെനാൽറ്റിയുടെ 10%. അതായത് ലേറ്റ് ഫീ ആയിട്ട് വരുന്നതിൻ്റെ 10% അടച്ചാൽ മതി നടത്താം. അപ്പോൾ AOC4 MGT7 MGT7A ADT1 ഇതിനൊക്കെ 10% അടച്ചാൽ മതി. അപ്പോൾ അതൊരു വലിയ റിലാക്സേഷൻ ആണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധാരണ കമ്പനികൾക്കുള്ള മെയിൻ ഫോമുകൾ ഇതാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ വേറെ ഏത് ഫോമുകളാണ്? നമ്മൾ വേറെ ഒരു ഡോർമെന്റ് കമ്പനീനെ പറ്റി പറഞ്ഞത്, അത് ഏതായിരുന്നു ഫോം? അത് MSC1 എന്ന് പറയുന്നത്. അതായത് അതിന് മുമ്പ് എനിക്ക് ശരിക്കും നമുക്ക് എന്താണ് ശരിക്കും ഡോർമെന്റ് കമ്പനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല ആളുകൾ അറിയില്ല എന്ന് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട്. അതായത് ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും, വലിയ കാര്യമായിട്ട് ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ നോർമലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓഡിറ്റ് ചെയ്യണം. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ AOC4 MGT7 ഇതൊക്കെ ഫയൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നും ഇല്ലാത്ത കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഇവർക്കുള്ളൊരു ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇവരെ ഡോർമെന്റ് ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഇതൊന്നും അപ്ലിക്കബിൾ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കമ്പനി ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ പ്രവർത്തനങ്ങളൊന്നും നടക്കണില്ല. ഭാവിയിൽ ഇനി പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡോർമെന്റ് കമ്പനിയുടെ അതായത് MSC1 ഫയൽ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആക്റ്റീവ് ആവാനാണ് താല്പര്യം, പിന്നീട് 1 വർഷം കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് MSC4 എന്ന് പറഞ്ഞിട്ടൊരു ഫോം കൂടി ഫയൽ ചെയ്യാം. അപ്പൊ കമ്പനി ആക്റ്റീവ് സ്റ്റാറ്റസിലേക്ക് മാറും.
അപ്പോൾ ഇനി അത് ഇപ്പം നമ്മളിപ്പോൾ MSc1 ഫയൽ ചെയ്തിട്ട് നമ്മൾ ഡോർമെന്റ് ആക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഡോർമെന്റ് സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഫോം ഫയൽ ചെയ്യണം തോന്നുന്നു. അത് ഇപ്പൊ കമ്പനികൾക്ക് ആനുവൽ റിട്ടേൺ പോലെ തന്നെ ഡോർമെന്റ് കമ്പനിക്കും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാണ്ട്. അത് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ, അതായത് April 30 ഫയൽ ചെയ്യേണ്ടതാണ് ഡോർമെന്റ് കമ്പനീസിന്റെ റിട്ടേണുകൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇവിടെ സ്കീമിൽ കൊണ്ടുവന്നേക്കുന്നത് ഈ MSc1 ആണെന്ന് തോന്നുന്നത്. 1 ആണ് നമുക്ക് വേണം. അതായത് ഒരു കമ്പനി കുറെ നാൾ മുമ്പ് ഡോർമെന്റ് ആയിരുന്നു, ഇപ്പോൾ ചിലപ്പോൾ 2022 23 ഡോർമെന്റ് ആയിരുന്നു, ഇവരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡോർമെന്റ് സ്റ്റാറ്റസിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫയൽ ചെയ്യാം. അപ്പോൾ അതിന്റെ ഫൈൻ ഒഴിവാക്കി കിട്ടും. പക്ഷെ അതിന്റെ എനിക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല, അതിന്റെ ഫൈനിൽ വ്യത്യാസമുണ്ട്. ഫൈൻ 50%, ടോട്ടൽ പെനാൽറ്റിയുടെ 50% വേവർ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 90% ഇല്ല എന്നർത്ഥമല്ലേ? അതായത് ഇത് ലേറ്റ് ഫീ പോലെ, അതായത് പെനാൽറ്റി ലേറ്റ് ഫീ വരുന്നതിൻ്റെ 50% അവർ വന്നാലും വലിയ കാര്യം തന്നെയാണ് 50% ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഡോർമെന്റ് കമ്പനീനെ പറ്റി അറിയില്ല എന്ന് തോന്നുന്നു. അതായത് ഈ ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഡോർമെന്റ് ആക്കിയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എനിക്ക് തോന്നുന്നു റെഗുലർ ആയിട്ടുള്ള കുറേ ചിലവുകൾ ഇപ്പോൾ പലരും പറയുന്നത് ഓഡിറ്റർക്ക്, അതായത് ഇതൊന്നും ഇല്ല, കമ്പനിയിൽ പ്രവർത്തനമൊന്നുമില്ല, എന്നാലും ഓഡിറ്റർക്ക് പൈസ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫയൽ ചെയ്യണം, ഈ കമ്പനിയുടെ ഇതുകളൊക്കെ ഫയൽ ചെയ്യണം, പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷൻസും ഇല്ല, വെറുതെ തുടങ്ങിയിട്ടതാണെന്നൊക്കെ പറയും. അങ്ങനെ തുടങ്ങിയിട്ട ആളുകൾക്കുള്ളൊരു ഐഡിയ ആണ് ഈ ഡോർമെന്റ് സ്റ്റാറ്റസിലേക്ക് പോകാന്നുള്ളത് അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഫോം വന്നേക്കുന്നത് നമ്മുടെ സ്ട്രൈക്ക് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു അതിൽ വലിയൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ഈ പല ആളുകളും ചിലപ്പോൾ കമ്പനികൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് ഇവന്മാരൊക്കെ ചിലപ്പോൾ ഗൾഫിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോകും, ഇതൊന്നും മര്യാദയ്ക്ക് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് ശരിക്കും കമ്പനി എന്ന് പറയുന്ന ഒരു ലീഗൽ പേഴ്സൺ ആണല്ലോ. അപ്പോൾ ഇത് ലീഗലായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ലീഗലായിട്ട് തന്നെ അവസാനിപ്പിക്കണം. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ കമ്പനികളൊക്കെ തുടങ്ങും, പിന്നെ ഒന്നും ഫയൽ ചെയ്യില്ല, ഇവൻ ഡോർമെന്റ് പോലും ആക്കില്ല, അത് കഴിഞ്ഞിട്ട് അവിടേക്ക് എടുക്കും, എന്നിട്ട് ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്നും ഫയൽ ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതിനെ വേണമെങ്കിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലേ? അതായത് ശരിക്കും ഈ കമ്പനീനെ ലീഗലി തന്നെ വേണമെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാം, ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ചെയ്തില്ലെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കമ്പനിയിൽ ഇപ്പോൾ 5 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 5 ഡയറക്ടേഴ്സും ഡിസ്ക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവർക്ക് വേറെ കമ്പനി തുടങ്ങാൻ പറ്റില്ല, കാരണം 5 കൊല്ലമൊക്കെയാണ് ഡിസ്ക്വാളിഫിക്കേഷൻ പീരീഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും അത് അറിയില്ല. അതായത് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഓഫ് എന്ന് പറഞ്ഞൊരു റൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇത് പരിപാടി അവസാനിപ്പിക്കാം, കമ്പനീനെ ലീഗലി നമുക്ക് വേണമെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലും ഒരു റിലാക്സേഷൻ വന്നിട്ടുണ്ടെന്നുള്ളൂ. അതെങ്ങനെയാണ് വരുന്നത്? അത് ഏത് ഫോമാണ് വരുന്നത്? അതെന്ന് പറയുന്നത് STK2 എന്ന് പറഞ്ഞ ഫോമാണ് നമ്മൾ കമ്പനീനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കമ്പനി രജിസ്റ്ററിൽ കമ്പനികളുടെ രജിസ്റ്ററിൽ ആ പേര് എപ്പോഴും നിലനിൽക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഇത് വരാണെങ്കിൽ പെനാൽറ്റിയോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഡിസ്ക്വാളിഫൈ, അവർക്ക് വേറൊരു കമ്പനിയിൽ ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഒക്കെ വരും. ഇപ്പൊ കമ്പനി തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഫോം ചെയ്ത് കമ്പനിയുടെ നെയിം കമ്പനി ഓഫ് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഈ ഫോം ഫയൽ ചെയ്യുകയാണെങ്കിൽ നോർമൽ ഫീ എന്ന് പറയുന്നത് 10,000 ആയിരിക്കും. അപ്പൊ ഈ റിലാക്സേഷൻ പ്രകാരം നമുക്കൊരു 25% പേയ്മെന്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് 2,500 പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. നമ്മൾ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനികൾക്ക് ഇപ്പോൾ 25% ഫീ ഇപ്പോൾ അടച്ചാൽ മതിയാവും ഈ സ്കീം പ്രകാരം. ഓക്കെ. അപ്പോൾ അവിടെയും ഒരു റിലാക്സേഷൻ ഉണ്ടെന്ന് അർത്ഥം. അതായത് വലിയ ഒരു എമൗണ്ട് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. നമുക്കിപ്പോൾ സ്ട്രൈക്ക് ഓഫിലുള്ള, ഇപ്പോൾ മുമ്പേ തന്നെ സ്ട്രൈക്ക് ഓഫിലൊക്കെ ഉള്ള കമ്പനികളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 25% മാത്രം അടച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്കീം, ഈ കംപ്ലയിൻറ്റ് സ്കീം പ്രകാരം ജനറലി നമുക്ക് അപ്ലിക്കബിൾ ആവുന്ന, അതായത് വേറെയും ഒരുപാട് കുറച്ച് ഫോമുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും എനിക്ക് തോന്നുന്നു സാധാരണ ചെറുകിട കമ്പനികൾക്ക്, നമ്മുടെ സാധാരണ ഇവിടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെറിയ സിറ്റികളിലൊക്കെ ഉള്ള, കേരളത്തിലൊക്കെ ഉള്ള ചെറുകിട കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മുടക്കം വരുത്തി കെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോമുകളൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇങ്ങനെ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയോ എമൗണ്ട്, വലിയ വലിയ എമൗണ്ടുകളൊക്കെ അടയ്ക്കുന്നതിന് പകരം 2 ലക്ഷം രൂപയൊക്കെ അടയ്ക്കുന്നതിന് പകരം വെറും 20,000 രൂപ അടച്ച് ഭയങ്കര ഒരു റിഡക്ഷൻ സെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് April 15 തൊട്ട് July 15 വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ ഉള്ള ആളുകൾ, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളൊക്കെ ഉള്ള ആളുകൾ ശരിക്കും ഒന്ന് ഓർത്ത് വെക്കുക, നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയൊക്കെയുള്ള ഫോമുകൾ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്, വലിയൊരു എമൗണ്ട്
എമൗണ്ട് ലാബിലിറ്റി ആയിട്ട് നിങ്ങൾ പിന്നെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ടുള്ള സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒട്ടും മിസ്സാക്കണ്ട. കറക്റ്റായിട്ട് ഈ ഒരു വിൻഡോയ്ക്കുള്ളിൽ ഫയൽ ചെയ്തിടുക. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു പ്രൊസീഡിങ്സും ഇല്ല എന്ന് തോന്നുന്നില്ല. ഇത് വൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി അതിൻ്റെ പിന്നാലെ നിങ്ങൾക്ക് വേറെ ഒരു പ്രൊസീഡിങ്സ് വരാനായിട്ട് സാധ്യതയില്ല. കംപ്ലീറ്റ്ലി റെഗുലറൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സുവർണാവസരം, ഞാനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്, സുവർണാവസരം ശരിക്കും മുതലാക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളോ മെസ്സേജ് അയക്കാം. ഇതുപോലെ കമ്പനീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.